പ്രണയമണിത്തവൽ ഭാഗം 3. ആശുപത്രി കോറിഡോറിലൂടെ ഫയലും നോക്കിക്കൊണ്ട് അഭി നടന്നു വന്നു. പ്രദീപ് ജെയിംസിൻ്റെ അളിയനുമായി സംസാരിച്ച് നിൽക്കുകയായിരുന്നു. അഭിമന്യുവിനെ കണ്ടതും ഇരുവരും സംസാരം അവസാനിപ്പിച്ച് അവനെ നോക്കി. പേടിക്കാനൊന്നുമില്ല, ജെയിംസിനെ ഉടനെ തന്നെ റൂമിലേക്ക് കയറ്റും. അതിനുള്ള ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, അവൻ പറഞ്ഞു. ഈ ഉപകാരം ഒരിക്കലും മറക്കില്ല സാർ. അത് നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഇതൊക്കെ എൻ്റെ ഉത്തരവാദിത്തമല്ലേ. ബില്ലിൻ്റെ കാര്യമൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 2-3 ദിവസത്തിനകം ഡിസ്ചാർജ് ചെയ്യുക എന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അഭിമന്യു പറഞ്ഞു. ശരി. അയാൾ ജെയിംസിൻ്റെ ബന്ധുക്കളുടെ അരികിലേക്ക് പോയി. അഭിമന്യു ബാച്ചിലേക്ക് നോക്കി. മണി 9. അഭി, സമയം കുറേ ആയില്ലേ, ഇനിയിപ്പോൾ നാട്ടിലേക്ക് പോകാൻ പറ്റുമോ നിനക്ക്? നോക്കട്ടെ, ബസ്സും ട്രെയിനൊന്നും ഇപ്പോൾ ഉണ്ടാവില്ല, വേറെ എന്തെങ്കിലും വഴി നോക്കണം. ഹലോ സാർ, വേറെ വഴി ഞാൻ പറഞ്ഞു തരാം. ശബ്ദം കേട്ട് ഇരുവരും തിരിഞ്ഞു നോക്കി. പാൻറ്റും ടീഷർട്ടും ഇട്ട് കൂളിംഗ് ഗ്ലാസും വെച്ച് താക്കോൽ വിരലിട്ട് കറക്കിക്കൊണ്ട് സിനിമ സ്റ്റൈലിൽ നടന്നു വരുന്ന ദീപകിനെ കണ്ട് രണ്ടാളും ഒന്ന് അന്തം വിട്ടു. ഇരുവരുടെയും മുന്നിൽ വന്ന് നിന്ന് അവൻ കൂളിംഗ് ഗ്ലാസ് എടുത്ത് മാറ്റി രണ്ടാളെയും നോക്കി. ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? രണ്ടാളും അവനെ അടിമുടി നോക്കി. ഒന്നാന്തരമായിട്ടുണ്ട്. അല്ല, എന്താ ഈ പുതിയ രൂപത്തിൻ്റെ ഉദ്ദേശം എന്ന് മനസ്സിലായില്ല, അഭിമന്യു ചോദിച്ചു. മനസ്സിലായില്ലെന്നോ? കിഴങ്ങ, നിന്നോട് ഞാൻ പറഞ്ഞതായിരുന്നില്ലേ ഇനി നീ നാട്ടിലേക്ക് പോകുമ്പോൾ എന്നെ കൂടെ കൊണ്ടുപോകണമെന്ന്. എന്നിട്ട് എന്നോടൊരു വാക്ക് പറയാതെ പോകാൻ ഒരുങ്ങിയില്ലേ നീ? അതൊട്ടും ശരിയല്ല. ഓ, അത് ശരി, അപ്പോൾ അതാണ് കാര്യം. അതിനാണ് ഈ കോലം കെട്ടി വന്നിരിക്കുന്നത്. എൻ്റെ അടുത്ത ഫിലിമിനെ പറ്റി തീം നിൻ്റെ നാട്ടിൽ നിന്ന് കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ ലക്ഷ്യവും ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള കഥയാണ്. അതൊക്കെ ഓക്കെ, പക്ഷേ ഈ കോലത്തിൽ നീ അങ്ങോട്ട് വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതെന്താ? ദീപക് സംശയത്തോട് ചോദിച്ചു. പാടത്ത് പണിയെടുക്കുന്നവർ കണ്ടല്ലേ കണ്ണീർ കോലാണെന്ന് പറഞ്ഞ് പിടിച്ച് അവിടെ വയ്ക്കും, അതുകൊണ്ട് പറഞ്ഞതാ. അഭിമന്യു പറഞ്ഞത് കേട്ട് ദീപക് ചമ്മലോടെ കൂളിംഗ് ഗ്ലാസ് എടുത്ത് പോക്കറ്റിൽ വെച്ചു. പ്രതിപതികയായിട്ട് പൊട്ടിച്ചിരിച്ചു. അതെ, മനുഷ്യകോലത്തിൽ എൻ്റെ കൂടെ വരാൻ പറ്റുമെങ്കിൽ വന്നാൽ മതി. അവൻ തന്നെ വേഷമൊന്ന് അടിമുടി വീക്ഷിച്ചു. അപ്പോൾ ഈ പുതിയ ഫാഷൻ ബോറാണെന്നാണോ നീ പറയുന്നത്? ഓക്കെ, എന്നാൽ അങ്ങനെ ആവട്ടെ. ഏതായാലും പോകുന്നത് ഒരു ഗ്രാമത്തിലേക്കല്ലേ, അതിനനുസരിച്ചുള്ള വേഷം ധരിക്കാം, ദീപക് പറഞ്ഞു. അല്ല, നിങ്ങളെങ്ങനെ പോകുന്നത്? പ്രദീപ് ചോദിച്ചു. അതെന്ത് ചോദ്യടാ, എൻ്റെ പുതിയ കാറുള്ളപ്പോൾ വേറെ വണ്ടി നോക്കേണ്ട ആവശ്യം എന്താ? ഇവിടെ നിന്ന് നമ്മൾ ഫുഡ് കഴിക്കുന്നു, നേരെ വിടുന്നു, എന്താ? അതിനു മുമ്പ് എനിക്കൊന്ന് വീട്ടിൽ പോകണം, എൻ്റെ ബാഗൊക്കെ അവിടെ ഉള്ളത്. ഓക്കെ, എന്നാ. അവർ മൂവരും താഴേക്ക് നടന്നു. ഹോട്ടലിൽ ചെന്ന് ഭക്ഷണം കഴിച്ച ശേഷം വീട്ടിൽ പോയി സാധനങ്ങളൊക്കെ എടുത്ത് അവർ നാട്ടിലേക്ക് യാത്ര തിരിച്ചു. വെളുപ്പിന് 5 മണിക്ക് ഏതോ കാറ് വന്ന് മുറ്റത്ത് നിൽക്കുന്ന ശബ്ദം കേട്ട് രാഗിണി ചെന്ന് വാതിൽ തുറന്നു. പുറത്ത് പരിചയമില്ലാത്ത കാറ് വന്ന് നിൽക്കുന്നത് കണ്ട് അവളുടെ നെറ്റി ചൊടിഞ്ഞു. ഇതാരേ കാലത്ത് തന്നെ? മുടി മാടിക്കെട്ടിക്കൊണ്ട് രാഗിണി വരാന്തയിലേക്ക് വന്നു. ശബ്ദം കേട്ട് ഉറക്കച്ചടവോടെ കോട്ടുവായിട്ടുകൊണ്ട് രവീന്ദ്രനും അവിടേക്ക് വന്നു. ആരാ രാഗിണി ഈ നേരത്തെ വന്നിരിക്കുന്നത്? അറിയില്ല രവീട്ട. ഇരുവരും ആകാംക്ഷയോടെ നോക്കി നിൽക്കി ഡോർ തുറന്ന് ദീപക് ഇറങ്ങി. അവൻ തറവാട് മൊത്തത്തിലൊന്ന് വീക്ഷിച്ചു. വാവ്, നൈസ് ഹൗസ്, നമ്മുടെ പരിക്കാശ്ശേരി മന തന്നെ, അവൻ പറഞ്ഞു. അവരെ കണ്ട് രവീന്ദ്രൻ രാഗിണി പരസ്പരം നോക്കി. ഇതേതേ ഈ പുതിയ അവതാരം? ആർക്കറിയാം. വരാതെ നിൽക്കുന്ന രാഗിണിയും രവീന്ദ്രനെയും കണ്ട് അവൻ ചിരിച്ചുകൊണ്ട് ചാടത്തുള്ള അവൻ്റെ അരികിലേക്ക് ചെന്ന്, ഹായ് അങ്കിൾ, ഹായ് ആൻറ്റി, ഗുഡ് മോർണിംഗ്, എന്തൊക്കെയുണ്ട്, സുഖം തന്നെയല്ലേ, ഇപ്പോൾ എന്നിട്ടല്ലോ? അവൻ ഒറ്റ ശബ്ദത്തിൽ ചോദിച്ചു. ഞങ്ങൾ അന്തം വിട്ട് അവനെ അടിമുടി നോക്കി. ആരാ, മനസ്സിലായില്ല? അത് കേട്ടതും അവൻ കണ്ണു മിഴിച്ച് അവരെ നോക്കി. എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലെന്നോ? ഞാൻ മലയാളത്തിലെ സൂപ്പർ ഡയറക്ടർ ദീപക് രാജ്. ഇത്തിരി ഫേമസ് ആയി എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേ? ഷെയിം പാപ്പി ഷെയിം. അല്ല, സൂപ്പർ ഡയറക്ടർ എന്താ ഇവിടെ എന്താ കാര്യം? സൂപ്പർ ഡയറക്ടർക്ക് ഇവിടെ എന്താ കാര്യം? അതോ, ഞാൻ എൻ്റെ പുതിയ സിനിമയ്ക്ക് വേണ്ടിയുള്ള കഥ തേടി ഇറങ്ങിയതാ. ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള കഥയാണ് എൻ്റെ മനസ്സിൽ. അതിന് പറ്റിയൊരു അന്തരീക്ഷം ഇവിടെ കിട്ടുമെന്ന് അറിഞ്ഞിട്ട് വന്നതാണ്. ഇവിടെ ആർക്കും സിനിമ പിടിക്കാൻ താല്പര്യമില്ല, ഡയറക്ടർ വന്ന വഴിക്ക് അങ്ങ് പോയാട്ടെ, രവീന്ദ്രൻ പറഞ്ഞു. അയ്യോ അങ്കിൾ, അങ്ങനെ പറയരുത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ അഭിനയിക്കൊരു ചാൻസ് തരാം. നിങ്ങൾക്ക് മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവില്ലേ, പോടാ, രവീന്ദ്രൻ പറഞ്ഞു. അയ്യോ അങ്ങനെ പറയല്ലേ ആൻറ്റി, നിന്നോടല്ലേ പോകാൻ പറഞ്ഞത്, ഓരോ മാരണങ്ങൾക്കാർ വന്നോളൂ, പോടാ. രവീന്ദ്രൻ ദേഷ്യത്തോടെ ദീപകിനെ പിടിച്ച് തള്ളിയതും അയ്യാ
എന്നെ രക്ഷിക്കണേ എന്ന് വിളിച്ചുകൊണ്ട് അവൻ മുറ്റത്തേക്ക് വീണു. ശബ്ദം കേട്ട് കാറിലിരുന്ന് ഉറങ്ങിയായിരുന്ന അഭിമന്യു ഞെട്ടിയുണർന്ന് ചുറ്റും നോക്കി. ചന്ദ്രത്ത് എത്തിയോ? എന്നിട്ട് അവനെന്തായാലും വിളിക്കാതിരുന്നെ? അഭിമന്യു പുറത്തേക്ക് നോക്കിയപ്പോൾ ദീപകിൻ്റെ കുത്തിന് പിടിച്ച് നിൽക്കുന്ന രവീന്ദ്രനെ കണ്ടു. അയ്യോ, സീ കോൺട്രി ആണല്ലോ. അവൻ വേഗം ഡോർ തുറന്ന് പുറത്തിറങ്ങി. അയ്യോ ചെറുമാവ, അവനൊന്നും ചെയ്യില്ലേ? ശബ്ദം കണ്ട് അവർ തിരിഞ്ഞു നോക്കി. അഭിമന്യുവിനെ കണ്ടതും അവരുടെ മുഖം വിടർന്നു. അല്ല മനുക്കുട്ടനോ, നീ എത്തിയോ? എന്തിനാ വിളിക്കാൻ തരുന്നത്? ഞാൻ വണ്ടിയിൽ കയറി ഉറങ്ങിപ്പോയി. ഇവനാണെങ്കിൽ വിളിച്ചതുമില്ല. അവൻ ദീപകിനെ നോക്കി പറഞ്ഞു. ഇവനോ? ഇവനാരാ? എൻ്റെ ഡ്രൈവറാ? അത് കേട്ടത് ദീപകൊന്ന് വാ പൊളിച്ചു. അയ്യോ, ഇതെൻ്റെ ഫ്രണ്ടാ. ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു ഫിലിം ഡയറക്ടർ ദീപകിനെ കുറിച്ച്? അത് കേട്ടത് അവർ അമ്പരപ്പോടെ അവനെ അടിപൊളി നോക്കി. എന്ത്, അവനാണോ ഇത്? പടം കണ്ടപ്പോൾ കണ്ട് വലിയ ആളായിരിക്കുമെന്ന്. ഇവനെ കണ്ട 10ാം ക്ലാസ് പഠിക്കുന്നവൻ്റെ മെച്യൂരിറ്റി പോലും തോന്നുന്നില്ലല്ലോ, രവീന്ദ്രൻ പറഞ്ഞു. അഭിമന്യു ചിരി അടക്കി. ദീപകിൻ്റെ മുഖത്ത് ചിരി വാഞ്ഞ് അഭിമന്യുവിനെ നോക്കി. കാണാൻ ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ, ദീപക് പറഞ്ഞു. അപ്പോഴേക്കും ബഹളം കേട്ട് മറ്റുള്ളവരും പുറത്തേക്ക് വന്നു. മനു, നീ എത്തിയോ? ആഹാ, ദീപക്കുണ്ടല്ലോ. നീ എന്നൊന്നും വിളിക്കുക പോലും ചെയ്യാതിരുന്നത്? ഗോമതി ചോദിച്ചു. വിളിക്ക് ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല, അതാ. യാതായാലത്ത് ക്ഷീണിച്ചു വന്നതല്ലേ രണ്ടാളും. പോയി കുളിച്ച് വേഷം മാറി കുറച്ച് സമയം റെസ്റ്റ് എടുക്കുക, ഹരി പറഞ്ഞു. ശരി അങ്കിൾ, എവിടെ എൻ്റെ മുറി? ദീപക് ചോദിച്ചു. നിങ്ങൾ നാളെ എത്തുന്നല്ലേ കരുതിയത്. തൽക്കാലം മുകളിൽ വടക്കേ മുറി ചെന്ന് കിടക്ക്. മറ്റേ മുറി അടിച്ചവരെ വൃത്തിയാക്കിയ ശേഷം അവിടേക്ക് മാറാം, രാഘവൻ പറഞ്ഞു. ഓക്കെ, വാടാ. ദീപക് മനുവിൻ്റെ കൈയും പിടിച്ച് നടന്നു. അഭിമന്യു അവനെ നോക്കിക്കൊണ്ട് നടന്നു. അഭിമന്യുവിനെ കൂട്ടിക്കൊണ്ട് ദീപക് മുകളിലേക്ക് പോയി. എവിടെയാടാ മുറി? ദാ അവിടെ. ഇതൊരു മുറിയിലേക്ക് ചെന്നു. നല്ല വിശാലമായി ഒരുക്കി വെച്ചിരിക്കുന്ന മുറി. അകത്ത് കയറിയ പാടെ ബാഗും താഴെയിട്ട് ദീപക് കട്ടിലേക്ക് വീണു. ഓ, എന്താ നല്ല വീട്! ശരിക്കും നമ്മുടെ മംഗലശ്ശേരി നീലകണ്ഠൻ്റെ വീട് പോലെ തന്നെ. അതുപോലെ ഒരു സൂപ്പർ ഹിറ്റ് കിട്ടുമെന്ന് നോക്കട്ടെ ഞാൻ. അതിനു മുമ്പ് നീ പോയി കുളിച്ചിട്ട് വാ. പിന്നെ വെളുപ്പാങ്കാലത്തെ കൂളി, ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങട്ടെ. അതും പറഞ്ഞ് അവൻ തലയണും ചേർത്ത് പിടിച്ച് കമിഴ്ന്ന് കിടന്നു. അത് മുഷിഞ്ഞിരിക്കുകയല്ലേ നീ? എൻ്റെ ബെഡും തലയണയും കൂടി ചീത്തയാക്കാതെ. ആ ജോലിക്കാർ വന്ന് അപ്പുറത്തെ റൂം വൃത്തിയാക്കി നിനക്ക് തന്നേക്കാം. അവിടെ നീ കുളിക്കാതെ നനക്കാതെ യുഗം കിടക്കുക, ഒരു യുഗം കിടക്കുക നടക്കുക, എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. ഓ സാരമില്ലല്ലോ, എനിക്ക് ഈ മുറി മതി. ആ മുറി നീ എടുത്തേ. അയ്യടാ, അത് നടക്കില്ല മോനെ, ഇതെൻ്റെ മുറിയാണ്. ഇവിടെ വേറെ ആരും താമസിക്കുന്നത് എനിക്കിഷ്ടമല്ല. തൽക്കാലം നീ ഇവിടെ കിടന്നോ, പക്ഷേ കുളിച്ചിട്ട് മാത്രം എഡിറ്റ് പോടാ. അഭിമന്യു അവനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പിന്നെ ടവലും തോയിലിട്ട് കൊടുത്ത് ബാത്റൂമിലേക്ക് കയറ്റി കതകടച്ച ശേഷം നിസ്സംഗതയോടെ ജനവാതിലിന് നേരെ നോക്കി. പതിയെ അതിനടുത്തേക്ക് ചെന്നു. ഒന്ന് സംശയിച്ച ശേഷം വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കി. കതിരെടുത്ത് നിൽക്കുന്ന നെൽപ്പാടങ്ങളും അതിനപ്പുറം തലയെടുപ്പോടെ നിൽക്കുന്ന തെങ്ങിൻ തോപ്പുകളും അതിനിടയിലൂടെ ഒഴുകുന്ന ചെറിയ തോടും നല്ല ഭംഗിയായി തന്നെ കാണാം. വയലിനക്കരയുള്ള ഓടുമേഞ്ഞ കുഞ്ഞു വീട്ടിലേക്ക് അവൻ്റെ നോട്ടം ചെന്ന് നിന്നു. മുറ്റം നിറയെ പലനിറത്തിലുള്ള പൂച്ചെടികൾ, അവയിൽ വിടർന്നു നിൽക്കുന്ന പൂക്കൾ, അവയിൽ നിന്നും തേനുകരാനായി വട്ടമിട്ട് പറക്കുന്ന പൂമ്പാറ്റകളും വണ്ടുകളും. ആകാശം അവൻ്റെ കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമ നൽകി. അവൻ ആകാംക്ഷയുടെ ആ വീടിൻ്റെ പൂമുഖത്തേക്ക് ആരെയോ പ്രതീക്ഷിച്ചെന്ന പോലെ നോക്കി. അവൻ്റെ പ്രതീക്ഷയ്ക്ക് വിരാമം വെട്ടുന്ന പോലെ കുലിസിട്ട ഒരു പാദം പൂമുഖവാതിൽ കടന്ന് വന്നതും അബി എന്ന് വിളിച്ചുകൊണ്ട് തല തുവർത്തിക്കൊണ്ട് ദീപക് പുറത്തേക്ക് വന്നു. അഭിമന്യു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. നിനക്കിതെന്തു പറ്റി? ആകെ ഒരു വല്ലായ്മ പോലെ. അവൻ്റെ പരിങ്ങിൽ കണ്ട് ദീപക് ചോദിച്ചു. എന്ത് വല്ലായ്മ? എനിക്കൊരു വല്ലായ്മയില്ല. അവൻ വേഗം ചെന്ന് ബാഗ് തുറന്ന് ടവലെടുത്ത് ബാത്റൂമിലേക്ക് കയറി കടച്ചു. ദീപക് അന്തം വിട്ട് അവനെ നോക്കി. ഇവനിതെന്തു പറ്റി? ദീപക് നേരെ ജനവാതിലിനടുത്തേക്ക് ചെന്ന് പുറത്തേക്ക് നോക്കി. പാടവും തെങ്ങിൻ തോപ്പും കണ്ട് അവൻ്റെ കണ്ണുകൾ വിടർന്നു. വാ, ബ്യൂട്ടിഫുൾ! ഇത് കണ്ടിട്ടാണോ ഇവൻ നിന്ന് പരിങ്ങിയത്? അവൻ മനസ്സിലോർത്ത്. അല്ല, വേറെ എന്തോ ഉണ്ട്, കണ്ടുപിടിക്കണം, ദീപക് മനസ്സിലുറപ്പിച്ചു. കാലത്ത് തന്നെ പ്രിയയും വസന്തിയും അടുക്കളയിലേക്ക് ചെന്നപ്പോൾ കാപ്പിയും പലഹാരങ്ങളും ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു രാഗിണിയും കോമതിയും. ആഹാ, തിരക്ക് പിടിച്ച പണിയിലാണല്ലോ രണ്ടാളും എന്ന് ചോദിച്ചുകൊണ്ട് പ്രിയ അവരുടെ അരുകിലേക്ക് വന്നു. ആഹാ, നിങ്ങളെത്തിയോ? എന്തൊരു ചെറിയമ്മേ, നിങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ അടുക്കളയിൽ? വാണിയെടുത്ത് ഇവിടെ വന്നില്ലേ? എന്ത് പറയാനാ, വാണിയുടെ മോക്ക് സുഖമില്ലാതെ ആശുപത്രി കൊണ്ടുപോയിരിക്കുക. ഇന്ന് തന്നെ അവളെ നോക്കണ്ട.
ഓ, അത് കാലത്തെ അവിടെ ഓട്ടോ വന്നത് കണ്ടിരുന്നു. വാണിയില്ലെങ്കിൽ വേണ്ട, ഞങ്ങളില്ലേ, ഇന്നത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം, നമുക്ക് തന്നെ ചെയ്യാം. അത് പറഞ്ഞ് വാസന്തി പച്ചക്കറി എടുത്ത് അരിയാൻ തുടങ്ങി. ഭക്ഷണത്തിൻ്റെ കാര്യമല്ലേ എടുത്തി, മനുവിൻ്റെ കൂടെ അവൻ്റെ കൂട്ടുകാരനുണ്ട്. ആ പയ്യന് മുകളിലത്തെ വടക്കേ മുറി വൃത്തിയാക്കി കൊടുക്കണം. വാണിയില്ലാതെ എങ്ങനെയാ? അതിനെന്തിനാ വാണി? ഇവിടെയല്ലേ പ്രിയ, നീ ചെന്ന് ആ മുറിയൊക്കെ അടിച്ച് വൃത്തിയാക്കിയേ. വാസന്തി പറഞ്ഞു. ഞാനോ? പിന്നെ അല്ലാതെ. ഗോമതി ഇരുവരെയും നോക്കി. അത് വേണ്ട എടുത്തേ, ഞാൻ വൃത്തിയാക്കിക്കോളാം. കോമതി പറഞ്ഞു. അതൊന്നും വേണ്ട അമ്മായി, ഞാൻ വൃത്തിയാക്കിക്കോളാം. അത് പറഞ്ഞ് പ്രിയ ചൂരുമെടുത്ത് മുകളിലേക്ക് നടന്നു. മുറിവാതിൽ തുറന്ന് അകത്ത് കയറി മുറിയൊക്കെ അടിച്ച് വൃത്തിയാക്കിയ ശേഷം അവൾ പുറത്തിറങ്ങി വാതിലടച്ചു. അപ്പോഴാണ് അവൾ മനുവിൻ്റെ മുറി കാണുന്നത്. ഫാഷൻ ഡിസൈനർ എത്തിയില്ലെന്ന് തോന്നുന്നല്ലോ. ഇന്ന് എത്തുന്നല്ലേ അമ്മായി പറഞ്ഞത്? കുറേ കാലം കൂടി വരുന്നല്ലേ, ഒരു ഗംഭീര സ്വീകരണം കൊടുക്കാമല്ലോ. എന്താ ഇപ്പം ചെയ്യാ? അവൾ ആലോചിച്ചു. അപ്പോഴാണ് അവൾ വെച്ചിരിക്കുന്ന ഒരു ഫ്ലവർ വേസ് അവൾ കാണുന്നത്. അവളൊരു ഐഡിയ തോന്നി. ഈ പാത്രം എടുത്ത് താഴേക്ക് ചെന്നു ചായപ്പിൽ പോയി കുറച്ച് കരിയെടുത്ത് കലക്കി ആ പാത്രത്തിലൊഴിച്ച്. ഇത് മതി മാനെ, ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. പിന്നെ മുകളിലേക്ക് നടന്നു. കിടന്നിട്ട് ഉറക്കം വരാത്തത് കൊണ്ട് അഭിമന്യു പുറത്തേക്കൊന്ന് നടക്കാൻ ഇറങ്ങിയതായിരുന്നു. അതേസമയം ദീപക്ക് മൂടിപ്പതിച്ച് നല്ല ഉറക്കമായിരുന്നു. അപ്പോഴാണ് അവനൊരു മൂത്രശങ്കത തോന്നിയത്. അവൻ അസ്വസ്ഥതയോടെ തിരിഞ്ഞു മറിഞ്ഞു കിടന്നു നോക്കി. നോ രക്ഷ. അവസാനം ദേഷ്യത്തോടെ അവൻ എഴുന്നേറ്റു. എന്തൊരു കഷ്ടം, കുറച്ചുകൂടി കാഞ്ഞു മുളാൻ പൊട്ടിയാൽ പോരായിരുന്നു. അവൻ പുതപ്പ് വലിച്ചെറിഞ്ഞ് ദേഷ്യത്തോടെ ബാത്റൂമിലേക്ക് നടന്നു. ഈ സമയം പ്രിയവതിയെ വാതിൽ തുറന്ന് അകത്ത് കയറി. ഒരു കയറെടുത്ത് ഉറുപോലെയാക്കി പാത്രം അതിൽ വെച്ച്. പിന്നെ വാതിൽ തുറക്കുമ്പോൾ വീഴത്തക്ക വിധത്തിൽ അത് വാതിലിന് നേരെ ഉള്ള ആണിയിൽ തൂക്കി വെച്ച ശേഷം വാതിൽ ചാരി കള്ളച്ചിരിയോടെ അവൾ തിരിഞ്ഞു നടന്നു. എനിക്ക് വയ്യ, കരിയിൽ കുളിച്ച് അഭിമന്യുവിനെ കാണാൻ എനിക്ക് കൊതിയാവുന്നു. അതോർത്ത് നടക്കവേ പെട്ടെന്ന് ആരുമായി അവൾ കൂട്ടിമുട്ടി. അവൾ ഭയന്നു പോയി. വീഴാൻ പോയി അവളെ അയാൾ ഇടുപ്പിലൂടെ കൈയിട്ട് പിടിച്ചു. പ്രിയ അയാളുടെ തോളിലൂടെ കൈയിട്ട് ചരിഞ്ഞു നിന്നു. അവൾ പതിയെ കണ്ണുകൾ തുറന്ന് തന്നെ താങ്ങിപ്പിടിച്ച ആളെ നോക്കി. അവളുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു. തിളക്കമാർന്ന ആ കണ്ണുകളിൽ പ്രത്യേകമായ ഒരു ശോഭം മിന്നുന്നത് അവൾ അറിഞ്ഞു. മനുവേട്ടൻ. അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. ഇരുവരും കുറച്ചു സമയം പരിസരം മറന്ന് പരസ്പരം നോക്കി നിന്ന് പോയി. പെട്ടെന്ന് സ്ഥലകാലബോധം വന്നതും അവൾ വേഗം അവൻ്റെ പിടിവിടി വെച്ചു. വിടാന്. അവൾ മാറി നിന്ന് ഡ്രസ്സ് നേരെയാക്കി. ഓടാനാണെങ്കിലേ അപ്പുറത്ത് നല്ല പറമ്പുണ്ട്, അവിടെ പോയി ഓട്. അല്ലാതെ ഇതിനകത്ത് ഓടിയാലേ എവിടെയെങ്കിലും തട്ടിത്തറിഞ്ഞു വീണ് കയ്യും കാലം ഓടിയും. ഓ, അങ്ങനെയൊന്നും നിങ്ങൾ സ്വപ്നം കാണാൻ നിൽക്കണ്ട. ഇതേ അങ്ങനെയൊന്നും ഓടിയുന്ന കയ്യും കാലം അല്ല. തല്ലിക്കൊന്നാലും ചാവാത്തതിനാണെന്നേ കണ്ടാലറിയാം. അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി പല്ലു അടിച്ചു. മര്യാദയ്ക്ക് സംസാരിക്കണം. മര്യാദയ്ക്ക് സംസാരിക്കണമെങ്കിൽ അതിനുള്ള യോഗ്യത കൂടി വേണം. അവൾ എന്തോ പറയാൻ വന്നത്. അയ്യോ എന്നൊരു നിലവിളി കേട്ടു. ഒപ്പം പാത്രം വീഴുന്ന ശബ്ദവും. എൻ്റെ റൂമിൽ നിന്നാണല്ലോ. അഭിമന്യു ആലോചിച്ചു. പിന്നെ നടന്നു. പ്രിയ ഒന്ന് ഞെട്ടി. ഈശ്വര, കീഴിലാരും വീണെന്ന് തോന്നുന്നല്ലോ. ആരാണാവോ? അവൾ ഭീതിയോടെ അവൻ്റെ പിന്നാലെ തടഞ്ഞു. ബഹളം കേട്ടും മറ്റുള്ളവരും ഓടി വന്നു. വാതിൽക്ക് തലയും തടവിക്കൊണ്ട് കരിയിൽ കുളിച്ച് നിലത്തിരുന്ന് മോങ്ങുന്ന ദീപകരെ കൊണ്ട് എല്ലാവരും ഒന്ന് അമ്പരന്നു. ഇതേ തീ കാട്ടുമാക്കാൻ പ്രിയ ഓർത്തു. അഭിമന്യു ഓടി വന്ന് അവൻ്റെ അരികിലേക്ക് ചെന്നു. ദീപു, എന്താണ് പറ്റിയത്? എടാ, ഞാനൊന്ന് മുള്ളാനേടാ. അപ്പോൾ നിന്നെ പറ്റി കണ്ടില്ല. നീ എവിടെ പോയി ഒന്ന് നോക്കാം. വാതിൽ തുറന്നതാ. പെട്ടെന്നൊരു സ്റ്റീൽ പാത്രം. പെട്ടെന്നതേ ഈ സ്റ്റീൽ പാത്രത്തിൻ്റെ തലയിലേക്ക് വീണതേ ഓർമ്മയുള്ളൂ. സ്റ്റീൽ പാത്രം ആരും ഇവിടെ കൊണ്ടുവച്ചത്? രവീന്ദ്രൻ ചോദിച്ചു. പ്രിയ ഒന്ന് ഞെട്ടി. അഭിമന്യു എന്തോ ആലോചിച്ചു. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൻ ആ പ്രിയയെ നോക്കി. അവൾ വേഗം രാഗിണിയുടെ പിന്നിൽ മറഞ്ഞു നിന്നു. കിട്ടിപ്പോയി, ഇത് ചെയ്തത് ആരാണെന്ന്. ആരാ? വേറെ ആരാ? ഇവൾ തന്നെ എനിക്കിട്ട് വെച്ചതാ. പക്ഷെ കൊണ്ടത് ഇവനായിപ്പോയി. എല്ലാവരും അവളെ നോക്കി. വാസന്തി ദേഷ്യത്തോടെ അവളുടെ കയ്യിൽ പിടിച്ച് തനിക്ക് മുന്നിൽ നിർത്തി. ഈ കേട്ട് നേരാണോടി? അവളൊന്നും മിണ്ടാതെ മുഖം കുനിച്ച് നിന്നു. തന്നെ ഞാൻ ചേച്ചി വേണ്ട പോട്ടെ, അവൾ തമാശയ്ക്ക് ചെയ്തതല്ലേ, സാരമില്ല, ആർക്കൊന്നും പറ്റിയില്ലല്ലോ. ഗോമതി പറഞ്ഞു. അങ്ങനെ വിട്ട് ശരിയാവില്ല. ഇപ്പോഴും കൊച്ചുകുട്ടിയാണെന്നാ കുരുത്തക്കേട് കാണിക്കാം. വാസന്തി ദേഷ്യത്തോട് പറഞ്ഞു. ആഹാ, ഞാൻ ചെയ്തത് മാത്രം കുറ്റ? കഴിഞ്ഞ തവണ ഇങ്ങനെ ഒപ്പിച്ച പണിക്ക് 2 ആഴ്ച കാലിൽ പ്ലാസ്റ്റർ ഇട്ട് ഞാൻ കിടന്നത്, അതിന് കുറ്റമൊന്നും ഇല്ലേ? അവൾ ചോദിച്ചു. അത് കിടന്നും അവനൊന്ന് പരിഞ്ഞ്. പോട്ടെ, ഇത് ഇന്നലെ തുടങ്ങിയതല്ലല്ലോ. ഈ വഴക്ക് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാൻ പോകുന്നില്ല. പോട്ടെ പ്രിയ, നീ വന്നേ.
രാഗിണി പറഞ്ഞു. എല്ലാവരും അവരവരുടെ വഴിക്ക് പോയി. നടക്കവേ പ്രിയയും മനോ പരസ്പരം നോക്കി പേടിപ്പിക്കണ്ട, നിറക്കുള്ള വരുന്നുണ്ട് മോളെ, അഭിമന്യു മനസ്സിൽ പറഞ്ഞു. അയ്യ പണിയാനെങ്കിൽ വാ, കാണിച്ചു തരാം ഞാൻ. അവൾ മുഖം ഒന്ന് കൂട്ടി താഴേക്ക് നടന്നു. അഭിമന്യു തിരിഞ്ഞ് ദീപകിനെ നോക്കി. അവൻ പാത്രം പിടിച്ച് തലവും തടവി മുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഡാ മതി, നിനക്കൊന്നും പറ്റിയില്ലല്ലോ, വന്ന് കുളിച്ച് ഈ വേഷമൊക്കെ മാറാൻ നോക്ക്, അഭിമന്യു പറഞ്ഞു. കുളിക്കാനോ? കാലത്തൊരു കുളി കഴിഞ്ഞതല്ലേ ഉള്ളൂ, ഇനിയും വേണം. പിന്നെ ഈ കോലത്തിൽ നിൽക്കാനാണോ നിൻ്റെ ഭാഗം? പോടാ. ഏതാണ് അവള്? ആര്? എന്നെ ഈ കോലത്തിലാക്കിയവള്? ഓ അതാണ് കൃഷ്ണപ്രിയ, എൻ്റെ മൂത്ത അമ്മാവൻ്റെ ഒരേ ഒരു മകളാണ്. പാടത്തിനൊക്കെ അവർ താമസിക്കുന്നത്. ഓ അപ്പം നിൻ്റെ മുറപ്പെണ്ണാണല്ലേ? മുറപ്പെണ്ണല്ല, എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത്. പോയി കുളിച്ചിട്ട് വാടാ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അതോ കേട്ടതും അവൻ ചാടി എഴുന്നേറ്റു. ഓ ശരിയാ, ഭയങ്കര വിശപ്പ്, ഞാൻ ഉടനെ കുളിച്ചിട്ട് വരാം. അതും പറഞ്ഞ് അവൻ നേരെ ബാത്റൂമിലേക്ക് ഓടി. അഭിമന്യു എല്ലാം കണ്ട് ചിരിച്ചു. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് എഴുന്നേറ്റു. അടുത്തത് സ്ത്രീകളുടെ ഊഴമായി. ഈ സമയം പ്രിയക്കിട്ട് എന്ത് പണി കൊടുക്കണമെന്ന് ആലോചിച്ച് നിൽക്കുകയായിരുന്നു അഭിമന്യു. ഈ സമയം ദീപക് അവിടേക്ക് വന്നു. നീ എന്താ കഥയ്ക്ക് ക്ലൈമാക്സ് ആലോചിക്കുകയാണോ? ഈ ലോകത്ത് നല്ലെന്ന് തോന്നുന്നു, ദീപക് പറഞ്ഞു. ഒന്നുമില്ലടാ, രാവിലെ എനിക്കിട്ട് പണിയെ നോക്കിയവൾക്കിട്ട് തിരിച്ചൊരു പണി കൊടുക്കണ്ടേ? അത് കേട്ടത് ദീപക് ആദ്യം ഒന്ന് സന്തോഷിച്ചു. പെട്ടെന്ന് തലയിൽ പാത്രം വീണ രംഗം ഓർത്തപ്പോൾ ഒന്ന് ഞെട്ടി. അത് വേണോടാ, അവളത്ര നിസ്സാരക്കാരിയല്ലെന്ന് തോന്നുന്നു. പണി കൊടുത്താൽ വെറുതെ പണി വാങ്ങണോ? ദീപക് ചോദിച്ചതും അഭി തിരിഞ്ഞ് അവനൊരു നോട്ടം നോക്കി. എന്താ, നിനക്ക് പേടിയുണ്ടോ? പേടിയായിട്ടല്ല, ചെറിയൊരു ഭയം. എന്നാലേ നീ വരണ്ട. പക്ഷെ ഞാനത് വെറുതെ വിടാൻ ഉദ്ദേശിച്ചില്ല. അവൾക്കിട്ടൊരു പണി കൊടുത്ത് ഞാൻ അടങ്ങും. പക്ഷെ എന്ത് കൊടുക്കുമെന്ന് അവൻ ആലോചിച്ചു. അപ്പോഴാണ് അവനൊരു ഐഡിയ തോന്നിയത്. അവൻ നേരെ അടുക്കളയിലേക്ക് ചെന്നു. പ്രിയ അപ്പം കഴിക്കില്ല, അതുകൊണ്ട് അവൾക്കായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അവൻ ചുറ്റി നോക്കി. ഒരു പാത്രത്തിൽ വെച്ചിരിക്കുന്ന ഉപ്പുമാവ് അവൻ കണ്ട്. ഇത് തന്നെയാവും അവൾക്ക് വേണ്ടി ഉണ്ടാക്കിയത്. ശരിയാക്കി തരാടി. അതും പറഞ്ഞ് അവൻ വേഗം കുറച്ച് ഉപ്പെടുത്ത് അതിലേക്ക് വിതറി നന്നായി ഇളക്കി. ഇനി കാണിച്ച് തരാടി, നീ ഈ ഉപ്പുള്ള മാവ് കഴിച്ചാൽ മതി. അതും പറഞ്ഞ് ചിരിയടക്കി അവനൊന്നും അറിയാത്ത ഭാവത്തിൽ ഡൈനിങ് ഹാളിലേക്ക് നടന്നു. മഹളമണീസ്, എന്തെങ്കിലും ഹെൽപ്പ് വേണോ? അവൻ ചോദിച്ചു. ഒരു ഹെൽപ്പും വേണ്ട, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഞങ്ങൾക്ക് വേണ്ട ഭക്ഷണമൊക്കെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വിളമ്പി തന്നതല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് ഭക്ഷണം ഞാൻ വിളമ്പിത്തരാം. അതും പറഞ്ഞ് അവൻ എല്ലാവരുടെയും പ്ലേറ്റിൽ അപ്പം വെച്ചു. എനിക്ക് അപ്പമൊന്നും വേണ്ട, പ്രിയയുടെ പ്ലേറ്റിലേക്ക് വിളമ്പാൻ ഒരുങ്ങിയതും അവൾ പറഞ്ഞു. പിന്നെ തമ്പുരാട്ടിക്ക് എന്താണാവോ വേണ്ടത്? എനിക്ക് വേണ്ടത് ഞാൻ എടുത്തോളാം, തൽക്കാലം ഇയാളുടെ സർവീസിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞങ്ങൾക്ക് ഈ ഉണക്കാപ്പം തന്നിട്ട് നീ ഇത് സ്പെഷ്യൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണല്ലേ? അതെ, എനിക്ക് വേണ്ടി ഞാൻ നല്ല അസൽ ഉപ്പുമാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഇന്നലെ രാത്രിയിലേക്ക് നീ ഉണ്ടാക്കി വെച്ചതല്ലേ, അതെന്തിനാ നീ കഴിക്കുന്നത്? നിനക്ക് ഉപ്പുമാവ് ഞാൻ ഉണ്ടാക്കിത്തരാം, രാഗിണി പറഞ്ഞു. അതിന് റവിയല്ല ചെറിയമ്മേ, എനിക്കത് മതി. അത് പറഞ്ഞ് അവൾ അടുക്കളയിലേക്ക് ചെന്ന് ഉപ്പുമാവ് കൊണ്ടുവന്നു. സന്തോഷത്തോടെ അത് കഴിക്കാൻ തുടങ്ങി. കുറച്ചെടുത്ത് വായിലിട്ടതും അവൾ ഞെട്ടിപ്പോയി. അവൾ എല്ലാവരെയും നോക്കി. അവരെല്ലാം അപ്പം കഴിക്കുകയായിരുന്നു. അവൾ മനുവിനെ നോക്കി. അവൻ വിജയഗർഭോദര ചിരിച്ചു. ഈശ്വര, ഇനി ഇത് എന്ത് ചെയ്യും? ആ കിഴങ്ങൻ്റെ മുന്നിൽ അവന് തോറ്റു കൊടുക്കാനും പറ്റില്ല, അവൾ ആലോചിച്ചു. പിന്നെ അവളുടെ ഫോൺ അടിച്ച് കസ്റ്റമർ കെയർ നമ്പർ. അവൾക്കൊരു ഐഡിയ തോന്നി. അവൾ ഫോണും എടുത്ത് എഴുന്നേറ്റു. നീ ഇതെവിടേക്കാ? അത് ഒരു ജോലിക്കാര്യത്തിന് വേണ്ടിയുള്ളതാണ്, സംസാരിച്ചിട്ട് ഉടനെ വരാം, നിങ്ങൾ കഴിച്ചോ? അവൾ അവിടെ നിന്ന് എസ്കേപ്പ് അടിച്ചു. ഫോണുമായി പുറത്തേക്ക് പോയി കുറച്ച് സമയം അവിടെ നിന്നു. എല്ലാവരും കഴിച്ച് എഴുന്നേറ്റ് പോയതും അവൾ ശബ്ദമുണ്ടാക്കാതെ വന്ന് പാത്രം എടുത്തുകൊണ്ട് പുറത്ത് കളഞ്ഞു. ആശ്വാസമായി. ഇല്ല, ഇത് മൊത്തം ഞാൻ കഴിക്കേണ്ടി വന്നേനെ. അതും പറഞ്ഞ് അവൾ ചുറ്റും നോക്കി. ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അകത്തേക്ക് നടന്നു. ഇതെല്ലാം മാറി നിന്ന് കാണുകയായിരുന്നു അഭി. അവൻ അത് കണ്ട് ചിരിച്ചു. അലക്കാനുള്ള തുണികളുമായി രാഗിണി വാഷിംഗ് മെഷീൻ അരികിലേക്ക് വന്നു. അപ്പോൾ പ്രിയ അവിടേക്ക് വന്നു. ഇതെന്താ ചെറിയമ്മേ, മെഷീനിലാണോ ഇപ്പോൾ തുണി അലക്കുന്ന ആൾക്കാർ? കല്ലിലിട്ട് തള്ളാനൊക്കെ ആർക്കാടി നേരം? എനിക്കാണെങ്കിൽ നടുവിന് വയ്യ, അതുകൊണ്ട് ഇതിൽ തന്നെയാണ് ഞാൻ ഇടാറ്. ഇതിലിട്ട് വൃത്തിയാകും ചെറിയമ്മേ, ഇതെന്തൊക്കെ ഞാൻ കല്ലിലിട്ടോളാം. വേണ്ടടി, ഇതിലിട്ട് വേഗം കഴിയും, വെറുതെ എന്തിനാ ബുദ്ധിമുട്ടുന്നത്? എന്ത് ബുദ്ധിമുട്ട്? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ തുണികളുമായി ഗോമതി ഓടിക്ക് വന്നു. രാഗിണി, നീ തുണികൾ അലക്കാനിട്ടോ, ഇതും കൂടി അതിലിടണേ. അതിന് ഇവിടെ സമ്മതിക്കണ്ടേ? കല്ലിലിട്ടോന്നാ നിങ്ങൾ പറയുന്നത്. ഇനി തന്നേക്കമ്മായി, അത് ഞാൻ കലക്കിക്കോളാം. പ്രിയ ഗോമതിയുടെ കയ്യിൽ നിന്ന് തുണികൾ വാങ്ങി. എടി, എന്തിനാ വെറുതെ തുണി അലക്കി നടു കളയുന്നത്? അത് മെഷീനിലിട്ടേക്ക്, ഗോമതി പറഞ്ഞു. എനിക്കൊരു കുഴപ്പമില്ല, വേണമെങ്കിൽ ഇനിയും തുണികളുണ്ടെങ്കിൽ കൊണ്ടുവന്നോ, ഞാൻ അലക്കിക്കോളാം.
അതെ അതെ, രണ്ടരക്ക് കഴിക്കേണ്ട ഉപ്പുമാവ് മുഴുവൻ ഒറ്റയടിക്ക് തിന്നതല്ലേ, അതുകൊണ്ട് ഒന്ന് അതൊക്കെ ഒന്ന് ദഹിപ്പിക്കേണ്ടി ചെറിയമ്മായി എന്ന് ചോദിച്ചുകൊണ്ട് മനു അവിടേക്ക് വന്നു. അവനെ കണ്ടതും അവൾക്ക് ദേഷ്യം വന്നു. ഇതിൽ കൂടുതലും അവൾ അലക്കും അല്ലേടി? അവൻ ചോദിച്ചു. ആ അലക്കും, ഇയാളുടെ വല്ലതും ഉണ്ടെങ്കിൽ തന്നേക്ക്, ഞാൻ അലക്കിത്തരാം അവൾ പറഞ്ഞു. ആഹാ ആണോ, ഇപ്പം കൊണ്ടുതരാം. അതും പറഞ്ഞ് അവൻ മുകളിലേക്ക് ഓടി. 4-5 ജീൻസ് ഷർട്ടുമായിട്ട് അവൻ താഴേക്ക് വന്നു. അതുകൊണ്ടൊന്നും അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു. അവൻ അത് അവളുടെ കയ്യിൽ വെച്ച് കൊടുത്തു. പിടിച്ചോ, എല്ലാം നല്ല വൃത്തിക്ക് കഴുകണേ. ഗോമതി അന്താളിച്ചുകൊണ്ട് അവനെ നോക്കി. ഇത്രയും ജീൻസൊക്കെ ഇവൾക്ക് അലക്കാൻ പറ്റുമോ? മോളതെങ്കിൽ തന്നേക്ക്, ഞാൻ കഴുകിയിട്ടോളാം. വേണ്ടമ്മായി, ഞാൻ കഴുകിയിട്ടോളാം. മോളെ അത് വേണ്ട. അതും പറഞ്ഞ് അവനെ ദഹിപ്പിക്കും വിധമെന്ന് നോക്കിക്കൊണ്ട് അവൾ ദേഷ്യത്തോടെ നടന്നു. പുറത്തു പോയി എല്ലാം വെള്ളത്തിൽ കുതിർത്ത് വെച്ച് അലക്ക് തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് ക്ഷീണം തോന്നി. എൻ്റെ അമ്മേ, വിശക്കുന്നില്ല, എന്താ ചെയ്യുക? ആ കാലമാടനാണെങ്കിൽ ഞാൻ ഉപ്പുമാവ് മുഴുവൻ ഒറ്റയടിക്ക് തിന്നല്ലേ പറഞ്ഞത്, എങ്ങനെ അടുക്കളയിൽ ചെന്ന് വലുത് കഴിക്കുക? അവൾ ആലോചിച്ചു. ഹലോ മാഡം, എന്താ ആലോചിക്കുന്നത്? ഒരു ജിലേബിയും കടിച്ചുകൊണ്ട് അവൻ അവളുടെ അരികിലേക്ക് വന്നു. അത് കണ്ടതും അവളുടെ വായിൽ വെള്ളം മുറി. എന്താ നിനക്ക് വേണം? കിഴത്തിൻകരയിൽ ഇരുന്നു കൊണ്ട് അവൻ ചോദിച്ചു. വേണ്ട. ഓ, ഉപ്പുമാവ് താണ് കാണില്ല അല്ലേ? എന്നാൽ അലക്ക് നടക്കട്ടെ, അവൻ പറഞ്ഞുകൊണ്ട് കൈ നോക്കി. അവൾ കൊതിയോടെ അവനെ നോക്കി. പിന്നെ അലക്ക് തുടർന്നു. എല്ലാം കഴുകി അയലിലിട്ട് ആശ്വാസത്തോടെ നിൽക്കുമ്പോഴാണ് അഭിമന്യു അവിടേക്ക് വന്നത്. അവൻ മനഃപൂർവ്വം അയലിൽ നിന്ന് അയയിൽ ചെന്ന് തട്ടിയതും ഉണങ്ങാണ്ട തുണികൾ മണ്ണിൽ വീണു. അയ്യോ, അവൾ ഞെട്ടി. പിന്നെ ദേഷ്യത്തോടെ അവനെ നോക്കി. സോറി, ഞാൻ കണ്ടില്ല, സാറില്ല, ഈ തുണികൾ ഒന്നുകൂടി കഴുകിയേക്ക്. അതും പറഞ്ഞ് അവൻ നടന്നു. അവൾ ദേഷ്യത്തോടെ തുണികൾ കഴുകി വിരിച്ച് ക്ഷീണത്തോടെ മാവിൻ തോട്ടത്തിലേക്ക് നടന്നു. അത് നോക്കി അഭിമന്യു ചിരിച്ചു. ദീപക് അവിടേക്ക് വന്നു. കഷ്ടമുണ്ട് കേട്ടോ, ആ പാവം പെണ്ണ് കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത്. അവളൊന്നും കഴിച്ചിട്ടില്ലെന്ന് നിനക്ക് അറിയില്ലേ? ക്ഷീണം കൊണ്ട് എവിടെയെങ്കിലും വീഴാതിരുന്നാൽ മതി. ദീപക് പറഞ്ഞത് കേട്ട് അവനൊന്നും വല്ലാതെ. അവൻ വേഗം അവളുടെ പിന്നാലെ ചെന്ന് നടന്നു. മാവിൻ ചുവട്ടിലെത്തി അവൾ ചുറ്റും പരതി. അവിടെ ഒന്നുമില്ല. പിന്നെ പേരയ്ക്കയുടെ അരികിലേക്ക് ചെന്ന് മരത്തിന് മുകളിലേക്ക് നോക്കി. പഴുത്തു നിൽക്കുന്ന ഒരു പേരക്ക അവൾ എങ്ങനെയൊക്കെയോ പറിച്ചു. അത് തുടച്ച് ആർത്തിയോടെ തിന്നുന്നത് കണ്ട് മനുവിന് വിഷമം തോന്നി. അവൻ എന്തോർത്ത് അകത്തേക്ക് പോയി. ചെറുമേ, ബൈക്കിൻ്റെ ചാവി എവിടെ? ആ വലിപ്പിലുണ്ട് മോനെ. അത് കേട്ടതും അവൻ വേഗം ചെന്ന് ചാവിയെടുത്ത് പുറത്തേക്ക് നടന്നു. തിരിച്ചു വരുമ്പോൾ കയ്യിലൊരു പാക്കറ്റ് ഉണ്ടായിരുന്നു. അവൻ അതുമായി തോട്ടത്തിലേക്ക് നടന്നു. മാവിൻ ചുവട്ടിലിരുന്ന് നിരാശയോടെ അവൾ എന്തോ കാക്കയോ മറ്റോ കടിച്ചിട്ട് മാങ്ങ എടുത്ത് നോക്കി. വിശന്നിട്ട് കണ്ണു കാണുന്നില്ലല്ലോ. അവൾ വയറ് തടവിയതും ഒരു പാക്കറ്റ് അവളുടെ നേരെ നീണ്ടു. അവൾ അത്ഭുതത്തോടെ അതും പിന്നെ മനുവിനെയും നോക്കി. രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. നിനക്കിഷ്ടപ്പെട്ട പത്തിരിയും കോഴിക്കറിയാ, കഴിച്ചോ? അത് കേട്ടതും അവളുടെ വായിൽ വെള്ളം മുറി. എങ്കിലും ഗൗരവത്തോടെ മുഖം തിരിച്ചു. എനിക്ക് വേണ്ട, അവൾ പറഞ്ഞു. വേണ്ടെങ്കിൽ വേണ്ട, ഇത് ഞാൻ കഴിച്ചോളാം, വേസ്റ്റാക്കാൻ പാടില്ലല്ലോ. അതും പറഞ്ഞ് അവൻ അവിടെ ഇരുന്ന് പൊതി അഴിച്ചു. മണം മൂക്കിലേക്ക് അടിച്ചതും അവളുടെ നിയന്ത്രണം വിട്ടു. ഏതായാലും കൊണ്ടുവന്നതല്ലേ, ഞാൻ കഴിച്ചോളാം. അതും പറഞ്ഞ് അവൾ അവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി. അവൾ കഴിച്ചു. അവൻ കൗതുകത്തോടെ അത് നോക്കി. ഇയാളും കഴിച്ചോ? എനിക്കിനിയും പണി തരാനുള്ളതല്ലേ? അവൾ പറഞ്ഞു. വേണ്ട, മുഴുവൻ നീ തന്നെ കഴിച്ചോ. എനിക്ക് ഇത്രയൊന്നും വേണ്ട, വാ, അവൾ പറഞ്ഞു. അവൻ അതിൽ നിന്ന് ഒരു പത്തിരി എടുത്തു. ഇയാളുടെ ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു? അവൾ ചോദിച്ചു. മോശമില്ല. നിൻ്റെ ജോലിക്കാരി എന്തായി? എന്താവാൻ, ജോലി കിട്ടണമെങ്കിൽ 10-15 കെട്ടി വയ്ക്കാനാണ് പറയുന്നത്. ഞാനെവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കാനാ? കിട്ടുമ്പോൾ കിട്ടട്ടെ, അവൾ പറഞ്ഞു. ഇരുവരും ഭക്ഷണം കഴിച്ച് വേസ്റ്റും കളഞ്ഞ് പൈപ്പിൻ ചുവട്ടിൽ പോയി കൈ കഴുകി. പിന്നെ വീട്ടിലേക്ക് നടന്നു. തുടരും.